നമ്മൾ കുട്ടികൾ ആയിരുന്ന ഒരു കാലമില്ലേ, ആ ഒരു കാലത്തൊക്കെ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ കിട്ടുമ്പോൾ വളരെ ചെറിയ ആൻസറുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു മനോഹരമായ കാലഘട്ടം കടന്നുപോയി. നമ്മളിന്ന് ജോലി ചെയ്യുകയാണ്, പ്രത്യേകിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരാണ്. പലപ്പോഴും നമുക്ക് ആൻസറുകൾ കൊടുക്കേണ്ടി വരുന്നില്ല, കൊടുക്കേണ്ടി വരുമ്പോൾ വിശദമായി കൊടുക്കേണ്ടി വരുന്നു. അതിന് തക്ക നോളജ് നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ടോ എന്നതാണ് അവിടുത്തെ പ്രധാന വിഷയം. ഹോസ്പിറ്റലുകളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മോശമായതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ മോശമായതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നോളജ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന അവസരങ്ങളല്ല, ഈ ഒരു സെഷൻ ക്ലാസ്സൊക്കെ ഒരു നോളജ് ബിൽഡിങ്ങാണ്. സർട്ടിഫിക്കേഷൻ അക്രഡിറ്റേഷനൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തും. അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അത് വെറുതെ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണോ, നോളജ് ആയതിനു ശേഷം കിട്ടിയതാണോ എന്നതാണ് ചോദ്യം. ലോങ് റണ്ണിൽ ഏതൊരു കാര്യവും നിലനിൽക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നോളജസ് നമ്മൾ ശേഖരിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് നമ്മളെ തേടി വരണം. നമ്മൾ തേടി പിടിച്ചതൊക്കെ കുറച്ച് കഴിയുമ്പം കയ്യിൽ നിന്ന് പോകും കേട്ടോ. നമ്മളെ തേടി വന്നതൊക്കെ അവസാനം വരെ അവിടെ ഉണ്ടാകും. സോ അങ്ങനെ തേടി വരാനായിട്ട് നമ്മളെ തേടി ഒന്ന് എത്തണമെങ്കിൽ നമ്മളിൽ തേടി വരാൻ പറ്റിയതുണ്ടാവണം. AAC 8D ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് പേഴ്സണൽ പെർഫോം, സൂപ്പർവൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പറയുന്നത്. നമ്മുടെ കൃത്യമായി തൊട്ട് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച്. ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി എന്താണ്? ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് പേഴ്സണൽ പെർഫോം, സൂപ്പർവൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ. അല്ലാതെ ആരെങ്കിലും വഴിയെ പോയവർ വന്ന് ചെയ്യേണ്ട കാര്യമല്ലത്. എന്താണ് ഈ ക്വാളിഫൈഡ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ? അവർക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അവർ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതുപോരാ, അവർ ട്രെയിൻഡ് ആയിരിക്കണം. ഇനി അവരെങ്ങനെ പോകണം എന്നതിന് AERB ഗൈഡ് ലൈൻസ് നമുക്ക് അറിവുണ്ടാകണം. വളരെ വിശദമായി തന്നെ ആ ഗൈഡ് ലൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇനിയിപ്പം നമ്മുടെ കയ്യിൽ അത് ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ നെറ്റിൽ കിട്ടും. ഗൂഗിളിൽ വെറുതെ ARB ഗൈഡ് ലൈൻസ് ഫോർ ഹോസ്പിറ്റൽസ് സെർച്ച് ചെയ്താൽ നമുക്ക് ഒരു 5 പോയിന്റിലായിട്ട് വിശദമായിട്ട് അത് കിട്ടുന്നുണ്ടാവും. അതൊരു പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചോളൂ, അതൊരു ഡോക്യുമെൻ്റ് ആക്കിക്കോളൂ. സോ AAC 8D നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ റേഡിയോളജി ഇമേജസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ക്വാളിഫൈഡ് സർട്ടിഫൈഡ് ആൾക്കാർ വേണം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, 2 എക്സ്റേ എക്യുപ്മെൻറ്റ്സ് എടുത്ത് ഒരു മുറിയിൽ വെക്കരുത്. ഇനി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ഞാൻ പലപ്പോഴും വൈഫുമായിട്ട് ആ ഹോസ്പിറ്റലിൽ പോകാറുള്ളതാണ്. അവിടെ സ്കാനിങ്ങിനായിട്ട് ഞങ്ങൾക്ക് കുറേ മക്കളുള്ളത് കൊണ്ട് തന്നെ പലതവണ സ്കാനിങ്ങിന് പോകേണ്ടി വരുമല്ലോ, പ്രഗ്നൻ്റ് ആയിരിക്കും. ഈ പ്രഗ്നൻസി ടൈമിൽ സ്കാനിങ്ങിന് ഉള്ള വെയിറ്റിംഗ് ഏരിയ എക്സ്റേ റൂമിൻ്റെ മുമ്പിലാണ്. കൃത്യമായിട്ടും എക്സ്റേ മെഷീൻസ് ഉപയോഗിക്കുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം കൂടെ എഴുന്നേറ്റ് എവിടേക്ക് മാറിപ്പോകും? ആ ഇൻഡിക്കേറ്ററിൻ്റെ ഉപയോഗം എന്താണ്? അതിൻ്റെ പരിസര സമീപത്ത് ഇപ്പോൾ റേഡിയേഷൻ ഉണ്ടാവും. പക്ഷേ ഈ ഇരിക്കുന്ന നമുക്ക് ഒരിക്കലും റേഡിയേഷൻ അങ്ങനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ലാത്ത പേഷ്യൻസ് എന്ന് നമ്മൾ വിളിക്കാൻ പോലും പാടില്ലാത്ത കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട സമയത്ത് അവരെ കൊണ്ടിരുത്തുന്നത് ഈ റേഡിയേഷൻ റൂമിന് തൊട്ടു മുമ്പിലാണ്. ഇനി അതൊരു സാധാരണ പഴയ OP എടുത്ത് കൺവേർട്ട് ചെയ്ത് എക്സ്റേ റൂം ആക്കിയതാണെങ്കിലോ, ആ ഭിത്തിക്കൊന്നും അത്രയും തിക്നെസ് ഇല്ലെങ്കിലോ, ലെഡ് ഷീൽഡ് കൊടുത്തിട്ടില്ലെങ്കിലോ, നമ്മൾ ഇത്രയേ ഉള്ളൂ. ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞത് ഈ സൂപ്പർവിഷൻ കറക്റ്റായിട്ട് നടത്താനുള്ള കഴിവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ക്വാളിഫൈഡ് പേഴ്സൺ ആണെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ കൊണ്ട് ആ വെയിറ്റിംഗ് ഏരിയ അവിടെ നിന്ന് മാറ്റിക്കാനായിട്ട് അവർക്ക് പറ്റണം. നമ്മൾ അൾട്ടിമേറ്റ്ലി ക്വാളിറ്റി എല്ലാം പറയുമ്പോൾ പേഷ്യൻ്റ് സേഫ് ആയിരിക്കാനാണ്, സൊസൈറ്റി സേഫ് ആയിരിക്കാനാണ്. അവിടെ പലരും വന്നാൽ ഭിത്തിയിൽ ചാരി നിൽക്കുന്നുണ്ടാവും. അവിടെ റെഡ് ലൈറ്റ് കത്തിയിരുന്നാൽ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതും കൂടെ വേണ്ടേ? ഒരു പബ്ലിക് അവയർനെസ് നമ്മളവിടെ കൊടുക്കണ്ടേ? സോ അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റി ഓഫീസർ ഉണ്ടാവണമെന്ന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു. ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് പേഴ്സണൽ പെർഫോം, സൂപ്പർവൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഇത് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇമേജസ്. ഓക്കെ, ഇതാണ് AAC
8 വളരെ ചെറുതെന്ന് തോന്നുന്ന ഒരു ഇൻഫർമേഷനാണ്, പക്ഷെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു ഇൻഫർമേഷൻ കൃത്യമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മളുടെ ഹോസ്പിറ്റലുകൾ പലപ്പോഴും കൃത്യമായ അവിടെ ഒരു സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നില്ല. തൊട്ട് പുറകെ നമുക്ക് സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് കൂടുതൽ വിശദമായിട്ട് പഠിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാനിപ്പം അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് അധികം പറയുന്നില്ല. സോ നമ്മളുടെ അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 13 സ്റ്റാൻഡേർഡ്സിൽ 8ാമത്തെ സ്റ്റാൻഡേർഡിലെ 4ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്.